എല്ലാവരും ക്രിസ്മസും വെക്കേഷനും ഒക്കെ ആയതിൻ്റെ തിരക്കിലായിരിക്കും. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എൻ്റെ പതിവ് റുട്ടീനൊക്കെ തെറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരം വൈകിയാണ് എനിറ്റത്. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അനുവേട്ടൻ ദോശ ഉണ്ടാക്കി തന്നു. അത് കഴിഞ്ഞ് അനുവേട്ടൻ പോയി കുളിച്ച് റെഡിയായി വന്നപ്പോഴേക്കും ഞാനും ദോശ ഉണ്ടാക്കി കൊടുത്തു. പിള്ളേരൊക്കെ എനിട്ടിട്ടുള്ളൂ. അത് ദോശയുടെ മണടിച്ച് നമ്മുടെ ജോലി എത്തിയിട്ടുണ്ട്. അപ്പോൾ ജോലിക്കും ദോശ ഉണ്ടാക്കി കൊടുത്തു. അതൊക്കെ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെഡി ആയിട്ട് ഞങ്ങൾ നേരെ കോണത്തുന്നിലേക്ക് പോയി. വെക്കേഷനല്ലേ, അപ്പോൾ അച്ഛമ്മയുടെ അച്ഛനെയൊക്കെ കണ്ടിട്ട് വരാമെന്ന് വെച്ച് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. അവിടെ ആയിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് പതിവ് ലഞ്ച് ആയിട്ടുള്ള നമ്മുടെ പാഴ്സലെത്തി. അപ്പോൾ ചപ്പാത്തിയും ചിക്കനായിരുന്നു അപ്പോൾ ഇന്നത്തെ ലഞ്ച്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗ്രീഷ്മയുടെ അടുത്ത് പോയി. തൊട്ടടുത്ത് തന്നെ ഗ്രീഷ്മയുടെ വീടുണ്ട്. അപ്പോൾ ഗ്രീഷ്മയുടെ അവിടെ പോയി. അപ്പോൾ പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ട്. പിള്ളേർ എല്ലാവരുമായിട്ട് കളി തുടങ്ങിയിട്ട് ഈ പക്ഷി ബാലിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇത് നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ കറക്കിയിട്ട് ഇങ്ങനെ തന്നെ പറന്ന് പോണ തരം പക്ഷി കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കയ്യിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോഴേ അത് നശിപ്പിച്ചേനെ. പക്ഷെ ഇവളുടെ കുറേ നാളായിരിക്കും ഒരു കൊതി തോന്നി. ഞാനും അത് പറത്തി നോക്കി. നല്ല രസമുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സൗമ്യ വന്നിട്ടുണ്ടായി. അപ്പോൾ സൗമ്യയായിട്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പിള്ളേരെ കൊണ്ട് നമുക്ക് ഡാൻസ് കളിപ്പിച്ച് റീൽസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിള്ളേരെ നമ്മളെല്ലാവരും കൂടി ഡാൻസ് പഠിപ്പിക്കാൻ നോക്കി. നമ്മുടെ സൗമ്യയാണ് കൊറിയോഗ്രാഫർ. അവർ ഡാൻസുകാരിയാണ്. അപ്പോൾ അവൾ പിള്ളേരെ എല്ലാവരെയും പഠിപ്പിക്കുകയാണ് ഡാൻസ്. അപ്പോൾ ഈ നമ്മുടെ റീൽസ് എടുത്തിട്ട് ഇത് നമ്മുടെ മീനാക്ഷിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുണ്ട്. അപ്പോൾ കാണണം എന്നുള്ളവർ അവിടെ പോയി ചെക്ക് ചെയ്യുക, കാണുക. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഡാൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 7 മണിയായപ്പോൾ ഞങ്ങൾക്കൊരു ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു കൊടുങ്ങല്ലൂർ. അപ്പോൾ ഞങ്ങൾ നേരെ കൊടുങ്ങല്ലൂർ പോയി മീനാക്ഷിനെ കാണിക്കാൻ. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ആര്യാസി പോയി പാഴ്സലൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴി കുറേ കരോളുകാർ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറേ പിള്ളേരുകൾ കരോളൊക്കെ ചെയ്തിട്ടുള്ള കാശുണ്ട് ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിക്കണതൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ വിചാരിച്ചു നമ്മുടെ പള്ളിയിൽ എന്താവും പരിപാടിയെന്ന്. പക്ഷെ പള്ളിയിൽ നിന്ന് എന്താവോ ഒരു ലൈറ്റും ഒന്നും ഉണ്ടായിരുന്നില്ല ക്രിസ്മസിന്. കഴിഞ്ഞ കൊല്ലമൊക്കെ ഉണ്ടായിരുന്നു, തവണ എന്തോ ഉണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തി ഫുഡ് അടിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നാളെ കാണാൻ. ടാറ്റ ബൈ ബൈ, സീ യു.